ഒരു ഇഞ്ച് പോലും സ്ഥലം കളഞ്ഞിട്ടില്ല. കാരണം 5 സെൻറ്റിൽ 4 ലാവിഷായിട്ടുള്ള ബെഡ്റൂം, ലിവിങ് ഏരിയ, ഓപ്പൺ ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ, 4 ബാത്റൂം. സാധാരണ ഇൻവെർട്ടറൊക്കെ അകത്താണല്ലോ വെക്കുന്നത്. ഇത് ഇൻവെർട്ടർ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വല്ല കംപ്ലൈൻ്റ് ഒക്കെ വരികയാണെങ്കിൽ ആൾക്കാർക്ക് വീട്ടിലോട്ട് കയറണ്ട. ഇത് DB അത് അവിടെ DB ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരു ലൈബ്രറി പോകുന്നു, DB യൂണിറ്റ് പോയി, ടിവിന്റെ ആയി, CCTV ആയി, ഇത്രയും കാര്യം ഇതിനകത്തായി എല്ലാം ആയി. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഒരു കോട്ടയാട് തന്നെ സെറ്റ് ചെയ്ത് ഒരു ഉള്ള സ്ഥലം ഉള്ളത് എന്താണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ, ഒരാൾക്ക് നടക്കുന്നു പോകാൻ പാകത്തിനുള്ള അത് ഗ്യാപ്പ് ഉണ്ട് അവിടെ. അല്ല, ഈ കിച്ചണിൽ ഇല്ലാത്തതൊന്നുമില്ല. ഓവനുണ്ട്, ഡ്രയറുണ്ട്, ഡിഷ് വാഷർ വരെ അതിൻ്റെ സ്പേസ് ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കും. അടുക്കളയിൽ നിന്നാലും ഇപ്പോൾ റോട്ടിൽ കൂടെ അത്യാവശ്യം പോണ ആൾക്കാരെ കാണാം, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നവരെ കാണാം. വാർഡ്രോബ്സ് എല്ലാം കൺസീൽഡായിട്ട് തന്നെ ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നതാണ്. ഇത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത്രയും സ്ഥലം ഇങ്ങനെ പോകും, ഇത്രയും പോകും, ഒരു 50 സെൻറ്റിമീറ്റർ പോകും. നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് തന്നെ ഫ്രഷ് ചെയ്തേക്കാം. 3 ഇന്നോവ കാർ ഇവിടെ ഇട്ടതാണ്. 2 കാർ ഫോർസിലും ഒരു ഇന്നോവ ഇങ്ങോട്ട്. ആദ്യം ഒരു ഇന്നോവ ഇങ്ങോട്ട് കയറ്റി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 5 സെൻറ്റിൽ ഇത്ര ലാവിഷായിട്ട് പണിതതിൽ എനിക്ക് ഇവരോട് ഭയങ്കര സന്തോഷമാണ്. ഒരു സംശയമില്ല കാര്യം. ഈ വീട് വെക്കാനായിട്ട് കൊച്ചി പോലുള്ള സ്ഥലങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വേറൊന്നുമല്ല, സ്ഥലപ്രശ്നം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ വൈറലായിട്ടുള്ളൊരു വീട്. 1 സെൻറ്റിൽ ഒരു വീട് പണിതിട്ടുള്ള ഒരു കഥ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അത് ഫോർട്ട് കൊച്ചിയിലാണ്. അത് കൊച്ചിയിൽ പണിതിരുന്നത് ബെസ്റ്റ് ഹോം ബിൽഡേഴ്സാണ്. അവർ തന്നെ വീണ്ടും ഒരു ചെറിയ പ്ലോട്ടിൽ ഒരു വീട് പണിത് ഞെട്ടിച്ചിരിക്കുകയാണ്. ബെസ്റ്റ് ഹോംസ് വെറും 5 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, ഏകദേശം 3ഓളം പാർക്കിംഗ് ഏരിയ ആയിട്ട്. ഞെട്ടിച്ച മറ്റൊരു വർക്കിലേക്ക് നമുക്ക് വീണ്ടും പോകാം. അതിൽ ബ്രോ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് 1 സെന്റിലേക്ക് ഇത് പോസിബിൾ ആയിട്ടുള്ളത്? ചെറിയ പ്ലോട്ടുകളിൽ വീട് പണിയുന്നവർ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളല്ലേ? അതെ അതെ, പ്രത്യേകിച്ച് കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടുകളാണ്. തീർച്ചയായിട്ടും സ്ഥലങ്ങൾ വളരെ പരിമിതിയാണ്. നമുക്ക് അതിൽ നമുക്ക് മാക്സിമം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വീടും ഓരോരുത്തരുടെ ഡ്രീമും ആണല്ലോ. അതെ അതെ. ഈ വീടിന് നമ്മൾ 2 എൻട്രൻസ് കൊടുത്തേക്കണം. ഒന്ന് കാർ പോർച്ചിലേക്ക് എൻട്രി ചെയ്യാനും, ഒന്ന് ആൾക്കാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ ഗേറ്റ്. നമുക്ക് ഇതിലേക്ക് കയറാം. ഗേറ്റ് ഓർ നമ്മൾ കയറി വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഒരു പാർക്കിംഗ് ഏരിയ കിട്ടിയ ഭാഗ്യം. അവിടെയാണ് നമ്മൾ 2-3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് കാർ പാർക്കിംഗ് മാത്രമേ നമുക്ക് കുറച്ചുകൂടി മുറ്റം നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ മാക്സിമം ഒന്നുള്ളിലേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഗാർഡൻ സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. അതെ അല്ലേ? ഓക്കെ. ഒരു ചെറിയ വെർട്ടിക്കൽ കാണുമ്പോൾ കാർ പോർച്ചിന്റെ ആ ഭാഗത്തായിട്ട്. അതെ, ഒരു കാർ ഇങ്ങനെ ഇടാം, 2 കാർ ഇങ്ങനെ ഇടാം. കൊള്ളാം. വേണം 2 വീലറും വയ്ക്കാം. അത്രയും സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതെ. എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത്? 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് ആണ്. എത്ര ബെഡ്റൂം ആണ്? 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം, 2 സ്റ്റോറി ആണ്. ഓപ്പൺ ടെറസും ഉണ്ട്. പിന്നെ കിച്ചൺ, എല്ലാ അമ്യൂണിറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അവർക്ക് വേണ്ട നമുക്കൊരു ബേസിക് ആയിട്ടൊരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്ന സ്ഥിതിക്ക് വീട്ടുടമയെ പരിചയപ്പെടണ്ടേ? റഷീദ് സാർ നമസ്കാരം. അതെ, നമസ്കാരം. നമുക്ക് മുൻപേ ഉണ്ടായിരുന്നൊരു പ്ലോട്ടാണോ? പ്ലോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. ആ വീട് നമ്മൾ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ഇതായിട്ട് വെച്ച വീട്. 1 ഇഞ്ച് പോലും സ്ഥലം കളഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രത്യേക ക്രെഡിറ്റ് നമ്മുടെ ഈ വീട് പണിതതിൻ്റെ ഓണർ നവാസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. വർഷങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഞങ്ങൾ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും അവർ 2 എഞ്ചിനീയേഴ്സുമാണ്. പക്ഷെ അവർ 1 ഇഞ്ച് സ്ഥലം പോലും കളഞ്ഞിട്ടില്ല. കാരണം 5 സെൻറ്റിൽ 4 ലാവിഷായിട്ടുള്ള ബെഡ്റൂം, ഞാൻ കാണിച്ചു തരാം. ബെഡ്റൂം, ലാവിഷായിട്ടുള്ള ബെഡ്റൂം, ലിവിങ് ഏരിയ, ഓപ്പൺ ഡൈനിങ് ഏരിയ, ഓപ്പൺ കിച്ചൺ, 4 ബാത്റൂം, അടുക്കളയുടെ ബാക്കിലൊരു വർക്ക് ഏരിയ, മേളിൽ ഒരു ഓപ്പൺ ടെറസ്, പിന്നെ 3 കാർ പോർച്ചിൽ 2 കാർ ഇടാം. 2 ഇന്നോവ കാർ അവിടെ ഇട്ടതാണ്. 3 ഇന്നോവ കാർ ഇവിടെ ഇട്ടതാണ്. 2 കാർ പോർച്ചിലും ഒരു ഇന്നോവ ഇങ്ങോട്ട്. ആദ്യം ഒരു ഇന്നോവ ഇങ്ങോട്ട് കയറ്റി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. 3 കാറും. അപ്പോൾ ഈ 5 സെൻറ്റിൽ ഇത്ര ലാവിഷായിട്ട് പണിതതിൽ എനിക്ക് ഇവരോട് ഭയങ്കര സന്തോഷമാണ്. ഒരു സംശയമില്ല കാര്യം. 1 ഇഞ്ച് സ്ഥലം വേസ്റ്റായി കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്റീരിയർ ആണെങ്കിലും വളരെ മാന്യമായ രീതിയിൽ, വളരെ ചെലവ് കുറച്ച്, നല്ല ഹൈടെക് മോഡലിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കാർ പോർഷൻ തുടങ്ങണം. അതിൻ്റെ മുകളിൽ ആ റൂഫിങ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു മെറ്റീരിയൽ അല്ല.
അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളൊരു റെഡിമെയ്ഡ് ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു സെയിൽസ് ഒരു ഷോപ്പിൽ പോയാൽ ഈ കിട്ടൂല, ഈ ഷീറ്റ് കിട്ടൂല. കാരണം ഇത് നമ്മൾ ഓർഡർ കൊടുത്ത് മാനുഫാക്ചർ ചെയ്യിച്ച്, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരല്പം പൈസ കൂടുതലാണ്. ഒരു ആരും കാണാത്തൊരു മോഡൽ വേണം, നല്ല മെറ്റീരിയൽ വേണം, ആ ഒരു കൺസെപ്റ്റിലാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ 5 സെന്റിൽ ഈ രണ്ട് കാറ് കിടക്കണ പോർച്ചും പിന്നെ ഒരു ഫ്രണ്ടിലൊരു ഇതെന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുത് തന്നെ. സാധാരണ ഇൻവെർട്ടറൊക്കെ അകത്താണല്ലോ ആക്കുന്നത്. ഇത് ഇൻവെർട്ടർ ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇൻവെർട്ടറൊക്കെ പുറത്താണെന്ന് നടക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും വല്ല കംപ്ലൈന്റ് ഒക്കെ വരികയാണെങ്കിൽ ആൾക്കാർക്ക് വീട്ടിലോട്ട് കയറണ്ട, ഇവിടെ വന്ന് ഇത് തുറക്കുക. ഇത് ഇൻവെർട്ടർ സെറ്റപ്പ് എല്ലാം ഇവിടെയാണ്, എല്ലാം ഇവിടെ തന്നെ. ആദ്യമായിട്ടാണ് ഒരു വീട്ടില് ഇൻവെർട്ടർ പുറത്ത് വെച്ചിരിക്കുന്നത് കാണുന്നു കേട്ടോ. അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാറാണ് പതിവ്. ഇല്ല, ഇതിപ്പോ ലോക്കൻ കീ, ആർക്കും ഒരു ശല്യവും ഇല്ല. പിന്നെ എന്തെങ്കിലും വല്ല ഇതുണ്ടെങ്കിൽ അറിയാനായിട്ട് CCTV വെച്ചിട്ടുണ്ട്. ഫുൾ സെക്യൂർ ആണ്. ഫുൾ സെക്യൂർഡ്. ഉള്ളിലേക്ക് കയറാം. കമോണ പരിപാടി വാ. നമ്മള് കയറിയപ്പോ തന്നെ സാധാരണ 2 ചെയറും കൊടുത്തിട്ടുണ്ട്, പോലെ അതിന് ഇവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഇരിപ്പിടം. പിന്നെ ആണെങ്കിൽ ഇത് താഴെ ഇട്ടിരിക്കുന്ന ടൈലും അല്ല, കടപ്പ സ്റ്റോണാണ്. പിന്നെ അതുകൊണ്ടോ വാള് കണ്ടോ എക്സ്പോസ് ആയി നിൽക്കുന്ന, അത് നല്ല, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയത്. അതങ്ങനെ നീണ്ട് കിടപ്പുണ്ട് അല്ലേ? അത് അങ്ങേ അറ്റം വരെ ഉണ്ട്. അകത്ത് കയറുമ്പോ കാണാം, ഉള്ളോട്ട് കയറുമ്പോ എന്തായാലും നമുക്ക് കാണാം. ഇതും ഒരു വെറൈറ്റി നെറ്റാണ്, മെഷ് ചെയ്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റാണ്. സാധാരണ ഉള്ള നെറ്റ് ഇങ്ങനെ തുറക്കണ മോഡലാണല്ലോ. അതെ അതെ അതെ, ഇതല്ല. അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത സ്ഥലത്തൊക്കെ വന്നിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ. ഒരു ലൈബ്രറി സ്പേസ് ആണ്. വെറും ലൈബ്രറി സ്പേസ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലൊക്കെ ഡിഫറെൻറ്റ് പർപ്പസ് ഉള്ള സ്റ്റോറേജാണ്. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ഉള്ളിലൊക്കെ ബുക്സ് ആണ് കണ്ടോ. അതിൻ്റെ ഉള്ളിൽ ബുക്സ് ഇരിക്കുന്നു. ഇത് DB. അത് അവിടെ DB ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ മേളിലും ബുക്സ് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വെറുതെ പോക്കാണ് പതിവ്. ബേസ്റ്റ് ആണ്. പക്ഷെ ഇതെല്ലാം യൂസ് ചെയ്ത് അതുപോലെ TV ആണെങ്കിലും ലൈറ്റ് കൊടുത്ത്, TV സ്റ്റാൻഡ്, ഇതിനകത്താണെങ്കിൽ CCTV ഉണ്ടല്ലോ, വൈഫൈ, അതിന്റെ എല്ലാം മോണിറ്ററും മറ്റേ ഡിവൈസും എല്ലാം ഇതിനകത്താണ് ഇരിക്കുന്നത്. എല്ലാം ഇതിനകത്താണ് സെറ്റ്. അതൊക്കെ നല്ല ഉഷാറായിട്ട് ഒതുക്കി വെച്ചിരിക്കും. അപ്പൊ ഈ ഒറ്റ വാളിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ. ഒരു ലൈബ്രറി പോകുന്നു, DB യൂണിറ്റ് പോയി, ടിവിന്റെ ആയി, CCTV ആയി, ഇത്രയും കാര്യം ഇതിനകത്തായി, എല്ലാം ആയി. ഈ ടൈല് നല്ല പ്രത്യേകതയുള്ള വളരെ ടൈല് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തതാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്, എന്നാലും കംപ്ലീറ്റ് മാറ്റ് ഫിനിഷ്. മാറ്റ് ഫിനിഷ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ്. ഇത് ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള 5-8 പേർക്ക് ഇരിക്കാം സുഖമായിട്ട്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ചെടികളും ഒക്കെ ആയിട്ട് ഹാങ്ങിങ്ങും ഉണ്ട്. പിന്നെ ഒരു കോർട്ട്യാർഡ് തന്നെ സെറ്റ് ചെയ്ത് ഒരു ഉള്ള സ്ഥലം ഉള്ളത് കൊണ്ട് ഓണം പോലെ. അതെ അതെ, ഒരാൾക്ക് നടക്കുന്നു പോകാൻ പാകത്തിനുള്ള അത് ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഇതിലേക്ക് ഇറങ്ങാം, ഇതിലിറങ്ങുകയും ചെയ്യാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണാം ഇത് കംപ്ലീറ്റ് ഓപ്പൺ ആയി കിടക്കുന്ന സ്പേസ് കാണാം. അടുക്കള വരെ ഓപ്പൺ ആണ്. ഇതും കവർ ചെയ്തിട്ടില്ല. ഒരു പുതിയൊരു ഫാഷനിൽ അങ്ങനെ ഇതൊരു പുതിയ പാർട്ടീഷൻ സെറ്റപ്പ് ആണ്. പാർട്ടീഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ ഓപ്പൺ ആണെന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് വിസിബിൾ ആണ് അങ്ങോട്ട് നോക്കും. അതെ അതെ അതെ. ഇനി ഡൈനിങ് സ്പേസിലേക്ക് പോവാം. പിന്നെ ഇത് ഡൈനിങ് യൂണിറ്റ്. നമ്മുടെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർട്ട്യാർഡ് അങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് അത് ഇവിടം വരെ ഉണ്ട്. ഇവിടം വരെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്രീനറി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇങ്ങനെ ചെയ്തു വെച്ചത്. സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും സാധ്യമാകാത്ത കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ആകെപ്പാടെ 5 സെന്റിലേ ഉള്ളൂ. പക്ഷെ 5 സെന്റിൽ നമ്മൾ ഒരു വലിയൊരു വീട് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡൈനിങ് യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 6 സീറ്റർ ആണ്. നമ്മുടെ കറക്റ്റുള്ള ക്രോസ് വെന്റിലേഷൻ ഒരു തടസ്സമില്ല. ഇങ്ങോട്ട് നേരെ പോരും, ആ വഴിയിലൊന്നും വരുന്നില്ല. നേരെ കിച്ചണിലേക്കാണ് നേരെ വന്ന് ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഇത് കുറച്ച് വൈഡ് ആംഗിളിൽ നിന്ന് കാണണം കറക്റ്റ് സ്ഥലം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നുള്ളത്. കാരണം ഇത്രയുള്ള സ്പേസ് അവിടെ നമുക്ക് സ്റ്റെയർ മുകളിലേക്ക് ഹാൻഡ് വാഷ് യൂണിറ്റും കൂടെ വന്നിരിക്കുന്നു. കുറച്ച് ഇടുങ്ങിയതാണെന്ന് തോന്നും, പക്ഷേ നല്ല ഇതാണ്. ലൈറ്റൊക്കെ വന്ന് രാത്രി ആകുമ്പോൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നും നമുക്ക്. പിന്നെ നമുക്ക് ഓട്ടോമേഷൻ ലൈറ്റൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് സെൻസറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറമേ നിന്ന് കണ്ടിട്ടുള്ള നേരത്തെയുള്ള ഇൻവേർട്ടർ സെറ്റപ്പ് എല്ലാം അതല്ല ഇതിന്റെ അകത്ത്. അതായത് ഇവിടുന്ന് ആക്സസ് ഇല്ല. ആക്സസ് പുറത്തുനിന്നാണ്. മിനിമലിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ പറയില്ലേ, അത് ഈ കിച്ചൺ നോക്കിയാൽ മതി. ഇവിടെ ഈ കിച്ചണിൽ ഇല്ലാത്തതൊന്നുമില്ല എന്നാ ഇല്ല.
കിച്ചണിൽ ഇപ്പം എന്താ പറയുക, ഓവനുണ്ട്, പിന്നെ മറ്റേ ഡ്രയർ ഉണ്ട്, ഡിഷ് വാഷർ വരെ അതിൻ്റെ സ്പേസ് ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നു. ആഹാ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഡിഷ് വാഷർ പെട്ടെന്ന് ശ്രദ്ധപ്പെട്ടില്ല, അറിയില്ല. അതാണ്, അതാ കറക്റ്റ് സ്പേസിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്നത്. കിച്ചൺ കളർ തീമും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രൈറ്റ് തീമിലാണ് വന്നിരിക്കുന്നത്. വാർഡ്രോബ് സ്പേസുകൾ, ചിലയിടങ്ങളിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ, അത് പ്ലേറ്റും മറ്റേ ഇത് വെള്ളം ഉണ്ടെങ്കിൽ ഊർന്നു പോകാനായിട്ട്. പിന്നെ ഇതൊക്കെയാണെങ്കിൽ നല്ല സ്റ്റോറേജ് സ്പേസും. വർക്കിംഗ് കിച്ചൺ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞേക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ഇതാണ്, ഇവിടെയാണ് പണിയൊക്കെ നടക്കുന്നത്. അത് വീതി കുറേ സ്പേസ്, പക്ഷെ നല്ല നീളത്തിലല്ലേ? ഇത് അറ്റം വരെ ഉണ്ട്. അങ്ങനെ ഇവിടെയാണ് അത്യാവശ്യം ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി ഇവിടെ വന്നിരിക്കുന്നു. വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അതെ, ഇവിടെയാണ് പണി നടക്കുന്നത്. പെണ്ണുങ്ങൾ ഇപ്പോൾ അടുക്കളയിൽ നിന്നാലും ഇപ്പോൾ റോട്ടിൽ കൂടെ അത്യാവശ്യം പോണ ആൾക്കാരെ കാണാം, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നവരെ കാണാം. പിന്നെ ഈ ലിവിങ് റൂമിൽ ആരെങ്കിലും ഗസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, വിളിച്ചു പറയണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനെ ഈ ഓപ്പൺ കിച്ചൺ വിത്ത് ഡൈനിങ് ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ മേളിൽ ഇപ്പൊ നമ്മുടെ എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ അവര് വരുമ്പോ അവരുടെ 2 റൂമാണ് മേളിലുള്ളത്. അപ്പൊ പേരക്കുട്ടികൾ അല്ലെങ്കിൽ അവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയാണ് അത്യാവശ്യം വിളിക്കാൻ ഇറങ്ങി വരണ്ട. നമ്മൾ പ്രായവരിയാണല്ല, അപ്പൊ എന്തെങ്കിലും മോനെ എന്ന് വിളിച്ചാൽ അവിടെ കേൾക്കണം. അതാണ് ഇങ്ങനെ ഈ ഡബിൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഡബിൾ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡബിൾ സ്പേസ് കൊടുത്തിരിക്കും. ഇതാണ് കോമൺ സ്പേസുകൾ. കോമൺ സ്പേസ്. ഇനി നമുക്ക് 2 ബെഡ്റൂം ആണ്. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂം നോക്കാം. താഴത്തെ ഒരു ബെഡ്റൂം ഇതാണ്. താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം, അതായത് നമ്മുടെ കാർ പോർച്ചിന് നേരെ വാർഡ്രോബ്സ് ഇവിടെ വന്നിരിക്കുന്നു. ഡ്രസ്സിംഗ് യൂണിറ്റ്, എല്ലാം മിററും സ്പേസും ഇതെല്ലാം ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് വാഷ്റൂം ചെയ്തിട്ടുണ്ട്. എല്ലാം അറ്റാച്ച്ഡ്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സും. അതെ അല്ലേ? നമുക്കിപ്പം വല്ല പ്രായമുള്ള ആരെങ്കിലും ഒക്കെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരാം, അവർക്കൊന്നും നടുവ് ചായക്കണമെങ്കിൽ മേളിലേക്ക് കയറണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ബെഡ്റൂമിൽ ഞാൻ കണ്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം, നമ്മൾ പുറത്തേക്ക് തള്ളിയാണ് ഇതിരിക്കുന്നത്. റൂമിന്റെ ഉള്ളിലെ സ്ഥലം ഒട്ടും അപകരിക്കുന്നത്. അതെ. കൺസീൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്രസ്സിംഗ് മിറർ ഇവിടെ മിറർ അതൊക്കെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാറ്റൺ ആദിലിന് കൈമാറി. ആദിലാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോ നമ്മള് സ്റ്റെപ്പ് ഇവിടെ ചെയ്തേക്കുന്നത് മറ്റേ ടെറാസോ ഒരു ഫീൽ വരുന്ന ടൈപ്പ് നമ്മള് ഒരു മൊസൈക്കിന്റെ ആ ഒരു ഡിസൈനിലാണ് കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ട് സിമെന്റിൽ തന്നെ പോളിഷ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ വുഡിന്റെ പോളിഷ് നമ്മൾ ഓരോ സ്റ്റെപ്സിൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വെറൈറ്റി. അതെ, എംഎസിന്റേതും വുഡിന്റെ ഹാൻഡ് റെയിൽസും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ലാൻഡിംഗ് ഏരിയയുടെ മുകളിലായിട്ട് ഗ്ലാസ് ബ്രിക്സ് ആയിട്ട് നല്ല തിക്കായിട്ടുള്ള ബ്രിക്സ് ആണ്. അങ്ങനെ നമ്മൾ മുകളിലത്തെ സ്പേസിലെത്തി. ഇവിടെ എങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്? ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ജസ്റ്റ് പാസേജ് പോലെ സീലിംഗ് നമ്മൾ ജിപ്സത്തിൽ കംപ്ലീറ്റ് ആയിട്ട് പോളിഷിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ താഴേക്ക് ഡൈനിങ്ങിലേക്കുള്ളൊരു സ്പേസ് ആണ്. ഡൈനിങ്ങും ലിവിങ്ങും കിച്ചണും എല്ലാം നമുക്ക് അതെ ഇവിടുന്ന് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അങ്ങോട്ട് പോകുന്നത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക്. വാർഡ്രോബ്സ് എല്ലാം കൺസീൽഡായിട്ട് തന്നെ ഉള്ളിലേക്കായിട്ട് നിൽക്കുന്നതാണ്. ഇത് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത്രയും സ്ഥലം ഇങ്ങനെ പോകും. ഇത്രയും പോകും, ഒരു 50 സെന്റിമീറ്റർ പോകും. അത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് തന്നെ ഫ്ലഷ് ചെയ്തേക്കാം. അപ്പം താഴെ കണ്ടതിനേക്കാളും കുറെ കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ്. അതെ. ഇവിടെ അധികം ടെക്സ്ചേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് പെയിന്റിങ്ങും ചെറിയൊരു ഗ്രൂവ് വർക്ക് ആണ് വാളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ സീംലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിളും ആയിട്ട് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഇവിടെ ബാൽക്കണി സ്പേസ് ചെയ്യാം. മേളിൽ 2 ബെഡ്റൂമിൽ നമുക്ക് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ എലിവേഷൻ വന്ന് ഹാങ്ങിങ്ങിന് വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതല്ലേ? അതെ. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചെരി പോലെ കൊടുത്തേക്കുന്നത്. കംപ്ലീറ്റ് ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് ക്ലാഡിങ്ങും ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എർത്തി ഫിനിഷിലാണ്. അതെ, ഈ ഒരു ടെക്സ്ചർ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂം. ഒരു വാളിന്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ സെയിം ആ ഒരു സൈസുള്ള ബെഡ്റൂം തന്നെയാണ്, സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ലേ ഔട്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ് സ്പേസ് തന്നെയാണ്. ഡ്രസ്സിംഗ് ഏരിയ വന്നിട്ടുണ്ട്.
പിന്നെ ഇത് ബാക്കിൽ അപ്പുറത്തെ ബെഡ്റൂമിൽ നമുക്ക് ആ ഒരു കട്ടിങ് ഉള്ളത് ഈ ബെഡ്റൂമിലേക്ക് അത് ആയിട്ടില്ല. ആ വാർഡ്രോബിന്റെ കട്ടിങ് ഈ റൂമിലേക്ക് കാണുന്നില്ല. അത് നേരെ ഔട്ട് സൈഡിലേക്ക് നമുക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അതായത് ഈ ഒരു സ്പേസിലേക്കാണ് അത് വന്നേക്കുന്നത്. അവിടുത്തെ ഈ റൂമിലേക്കും അത് ബാധിച്ചിട്ടില്ല. നേരെ എക്സ്റ്റീരിയറിലേക്ക് ആ എലിവേഷന്റെ ആ ഡിസൈനിലേക്കാണ് മാറുകയും ചെയ്തത്. ഇവിടാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. ക്ലോസ് ആണ്. ഇത് നമുക്ക് ഓപ്പണിംഗ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസിന്റെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിറ്റ് ആയിട്ട് ഒരു ഗ്രില്ല് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നൈസ്. അപ്പൊ ഇതാണ് ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും സ്പേസുകളും. ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന് പറയും. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസ് എല്ലാം കഴിഞ്ഞ് ഇത്രയും വലിയൊരു സ്ഥലവും എക്സ്ട്രാ ഉണ്ട്. ഇവരുടെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് വാഷിംഗ് മെഷീനും അയണിങ്ങും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അവർക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഇതെല്ലാം കൂടെ ഈ 5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ കംപ്ലീറ്റ് ചുരുക്കി ചെയ്ത്. സൂപ്പർ, ഗ്രേറ്റ്, അടിപൊളിയായിട്ടുണ്ട്. ബെസ്റ്റ് ഹോംസ് വീണ്ടും ബെസ്റ്റ് ആണ് തെളിയിച്ച്. അതെ, സൂപ്പർ. അപ്പോൾ കൊച്ചിയെ വീണ്ടും ഞെട്ടിച്ച ഒരു വീട് പോയിട്ട് ബെസ്റ്റ് ഹോംസ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കാൻ ഇനിയും പറഞ്ഞു കേട്ടോ. ഓ ഷുവർ. എങ്ങനെയുണ്ട് വീട്? നല്ല വീട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിന്റെ ഡിസൈൻ, ആ പാറ്റേൺ വളരെ ഇഷ്ടപ്പെട്ടു. മീൻസ് അതിന്റെ മിനിമലിസം, ചില ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, എന്നാൽ വിശാലമായ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്, അതിമനോഹരം. ബെസ്റ്റ് ഹോംസ് എവിടെയാണ് ഓഫീസ് വരുന്നത്? നമ്മളിവിടെ ചുള്ളിക്കലാണ്. ബിൽഡേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും ബെസ്റ്റ് ഹോംസിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ബൈ പറഞ്ഞല്ലേ? ബൈ.